2026 JEE മെയിൻ സെഷൻ 1-ന്റെ സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ആണ് ഇന്ന്. സോ നമുക്ക് ഇന്നലത്തെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞതാണ്. ഇനി ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തവളക്കുഴിയുള്ള നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ മുൻപിലാണ്. അവിടുത്തെ കുട്ടികളുടെ അടുത്ത് ചോദിക്കാം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. യെസ്, നമ്മുടെ സ്റ്റുഡൻസ് എക്സാംസ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാംസ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അൽമിന. ഓക്കെ. എസ്റ്റിയ. ഓക്കെ. റോഷൻ. മാധവ്. ആദിത്യ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായി? ഫിസിക്സ് ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നി ചില ഭാഗങ്ങളൊക്കെ. എന്നാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫോർമുല ബേസ്ഡ്. പിന്നെ കെമിസ്ട്രി ഇച്ചിരി സ്റ്റേറ്റ്മെന്റ്സ് കൂടുതൽ വന്നു. മാത്സ് കുറെ ക്വസ്റ്റ്യൻ ലെങ്തി ആയിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ വന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നോക്കുമ്പോൾ ഇതിൽ ടഫ് തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഫിസിക്സ് ആയിരുന്നു. ഓക്കെ. ഈ 3 സബ്ജക്റ്റിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വന്നതെന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ ഓർഗാനിക് ഇൻഓർഗാനിക് ആണോ? ഏതിലാ? കെമിസ്ട്രി ഇൻഓർഗാനിക് ഇച്ചിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഫിസിക്സിലോ? ഫിസിക്സില് സെക്കൻഡ് ഇയർ ടോപ്പിക്സ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ. മോൾക്ക് എന്ത് ഫീൽ ചെയ്തു? മാത്സിന്റെ കാര്യത്തിൽ എന്താ മോൾക്ക്? മാത്സ് സെയിം ലെങ്തി ആയിരുന്നു. ഇച്ചിരി ടഫ് ലൈക്ക് മൾട്ടിപ്പിൾ ലൈക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉന്നിപ്പിച്ചുണ്ടായിരുന്നു. എങ്ങനെ ലെങ്തി ചെയ്ത് വന്നപ്പോഴത്തേക്കും ടൈം പോകുന്നതായിട്ട് തോന്നി? ടൈം പോകുന്നതായിട്ട് തോന്നി. ലൈക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ടൈം പോകുന്നുണ്ടായിരുന്നു. ഏത് പോർഷൻസ് ചെയ്തായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേ? കോർഡിനേറ്റും മറ്റേ 3D. ഓക്കെ. മോൻ എന്ത് തോന്നി? എനിക്ക് പേഴ്സണലി കെമിസ്ട്രി അവർ ഭയങ്കര ലെങ്തി ആയിട്ടായിരുന്നു ഇപ്രാവശ്യം ഇട്ടത്. ഇപ്പം ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ്റെ അത് 4 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇൻഓർഗാനിക്കിൻ്റെ അകത്ത് അവർ ഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് പകരം അവര് സോൾട്ട് അനാലിസിസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കാറ്റോൺ കിട്ടുക. അത് പി ബ്ലോക്കുമായിട്ടൊരു ചാപ്റ്ററായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു അവർ ഇട്ടത്. അപ്പൊ ഇച്ചിരി ട്രിക്കി ആയിട്ട്. പിന്നെ ഓർഗാനിക്കിന്റെ റിയാക്ഷൻസും നോർമലി ഒരു ആരോ വരച്ചിടുന്നതിന് പകരം ഒരു ഫുൾ പാരഗ്രാഫായിട്ട് തന്നെ അവർ ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് വായിച്ച സമയം, മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് വായിച്ചെത്തുമ്പോഴത്തേക്ക് സമയം എടുക്കുക. അതിൽ തന്നെ കുറച്ച് അതിൽ തന്നെ ഒരു ഇച്ചിരി സമയം പോയി. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ആയിട്ട് വരുന്നുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഓർഗാനിക് പി ബ്ലോക്ക് തന്നെ 2-3 ക്വസ്റ്റ്യനും ചോദിച്ചാൽ അതെല്ലാം മിക്സ്ഡ് ആയിട്ട് ചോദിക്കുന്നത്, അല്ല പ്യുവർ പി ബ്ലോക്കിൽ നിന്ന് എടുത്ത് ചോദിക്കുന്നില്ല. ഏകദേശം ചില പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് ഈ ആകെ പറയാൻ പറ്റുന്ന ഈ ഓർഗാനിക് MS ചൗഹാൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിൽ നിന്ന് അത് ഇച്ചിരി അഡ്വാൻസ്. അതിൽ നിന്ന് ഓർഗാനിക്കിന് 1-2 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അതേ ഉണ്ട്. പിന്നെ മാത്സ് ആസ് യൂഷ്വൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ലെങ്തി ആണ്. അതിനേക്കാളും ഒരു ഇച്ചിരി കൂടി എനിക്ക് പേഴ്സണലി ഇച്ചിരി കൂടി ടഫായിട്ട് തോന്നി മാത്സ്. പിന്നെ ഫിസിക്സ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തോന്നി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ മോഡൽ എക്സാംസിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ പോയത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ഗുണം കിട്ടിയോ? അത് ഉറപ്പായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രിക്ക് ലാൽ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അത് അത്യാവശ്യം നന്നായിട്ട് അതും വെച്ച് പരിചയപ്പെട്ട് പോയതുകൊണ്ട് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റുന്നു. നമുക്ക് ഉറപ്പുള്ള മാത്രം കുത്തുന്നു. പിന്നെ അതുപോലെ സാർ അങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് NCERT വായിച്ച ഇൻഓർഗാനിക്കെല്ലാം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഇത് NCERT അവർ ഡയറക്ട്ലി ചില സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് ചോദിച്ചാലും നമുക്ക് നേരത്തെ മനസ്സിലാക്കില്ല. പക്ഷെ അത് ക്വസ്റ്റ്യൻ ഈ മോഡൽ എക്സാം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. മാധവൻ എന്താ തോന്നിയേ? മാത്സ് ഇച്ചിരി ട്രിക്കിയും ലെങ്തി ആയിരുന്നു. ഫിസിക്സ് മാത്സ് സത്യം പറഞ്ഞാൽ ബ്രില്യന്റിന്റെ ലാസ്റ്റ് മോഡൽസിലൊക്കെ ഇട്ട് അതേ സെയിം ഡിഫിക്കൽട്ടിയാ തോന്നിയേ. പക്ഷെ മാത്സ് അത്യാവശ്യം കട്ടിയായിരുന്നു. ഇവിടെയും കട്ടിയായിരുന്നു. അതെ, അത്രയും തന്നെ ലെവലിലുണ്ടായിരുന്നു അല്ലേ? നമ്മള് എല്ലാ ലെവലിലുള്ള എക്സാംസ് ആണല്ലോ നടത്തുന്നത്. ഈസി ഉണ്ടായിരുന്നു, മോഡറേറ്റ്, ഹാർഡ് ലെവൽ ഒക്കെ നിങ്ങൾക്ക് തരും, പല ടൈപ്പിൽ തരും. അപ്പൊ അതില് തന്നെ ഹാർഡ് ലെവലിലുള്ള ഒരു ഫീലിംഗ് ആണോ ജെയുടെ തോന്നിയത് അല്ലേ? മോഡറേറ്റ് ടു ഹാർഡ് ലെവലായിരുന്നു. പിന്നെ കെമിസ്ട്രി പറഞ്ഞ പോലെ നമുക്ക് ഈ സീക്വൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ലെങ്തിയും ട്രിക്കി ആയിട്ടായിരുന്നു. ഇന്നലത്തെ ലൈവിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഒരു പ്രിപ്പറേഷനും കൂടെ എടുക്കാൻ പറ്റി. ഇന്നലത്തെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കണ്ടപ്പോൾ സാറുമാര് പറയുന്ന പോലെ ഇച്ചിരി കുറെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അതനുസരിച്ച് അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഓക്കെ. മോൻ എന്താ തോന്നിയത്? ആദ്യത്തിന് എന്താ തോന്നിയത്? ന്യൂമറിക്കൽ എല്ലാം ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു. ഫിസിക്സ് ചില 3-4 ക്വസ്റ്റ്യൻ പാടായിരുന്നു. അതിന് നോർമലി ഏതാ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നോക്കുമ്പോ കൂട്ടത്തിൽ കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ. അപ്പൊ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഈസി ടു മോഡറേറ്റ് ആണോ അതോ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആ ഒരു ലെവലിലാണോ തോന്നിയേ? ഒരു മോഡറേറ്റ്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് സൈഡ്. കുറച്ചൊരു ഡിഫിക്കൽട്ട് സൈഡിലേക്ക്, മോഡറേറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് സൈഡ് ആണോ തോന്നിയത്? ഓക്കെ. മോൻ എന്താ തോന്നിയ? അങ്ങനത്തെ ആ ഒരു ലെവലായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഓരോ എക്സാം കഴിയുമ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കണ്ടാൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും ആ ഓരോ എക്സാം വരുമ്പോൾ, അങ്ങനെയും തോന്നിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം
ഇതനുസരിച്ചുള്ള നല്ലൊരു റാങ്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? മാത്യു. മാത്യു. ജനക്ക്. ആർവിൻ. സാരംഗ്. ആദിത്യ. ഹാനി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്തത് ഇന്നത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എങ്ങനെയാ മോന് ഫീൽ ചെയ്തതെന്ന് പറയാവോ? പൊതുവെ ഫിസിക്സും മാത്സും ആയിരുന്നു പാട്. ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു പാട്. മാത്സ് പൊതുവെ എളുപ്പമായിരുന്നു. കെമിസ്ട്രിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടായി. ഒരു 7 സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് എന്തോ ഉണ്ടായി. ഫിസിക്സ് കാൽക്കുലേഷൻ കുറച്ചുണ്ടായി. മാത്സ് എളുപ്പമായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം അത്യാവശ്യം ഉറപ്പുള്ള മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ. അതായത് നിങ്ങൾ കറക്കി കുത്ത്, നിങ്ങൾക്ക് അത് ചെയ്യരുതെന്ന് നന്നായിട്ട് അറിയാതെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, മോൻ എന്ത് ഫീൽ ചെയ്തു ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പോ? ഫിസിക്സ് വലിയ കുഴപ്പമുണ്ടായില്ല. ഫിസിക്സ് കുറെ ചെയ്യാൻ പറ്റി. അധികം വലിയ കുറച്ച് കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഉണ്ടായുള്ളൂ. പിന്നെ കെമിസ്ട്രി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായി. ഇങ്ങനെ പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന് കുറച്ച് ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ടായി. പിന്നെ മാത്സ് ജനറലി വലിയ കുഴപ്പമുണ്ടായില്ല, എന്നാലും മോഡറേറ്റ് എന്നുള്ളത്. അപ്പൊ മോന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് ഇതിൽ ഏതിൽ കാറ്റഗറിയിൽ മോഡറേറ്റ് ആയിരുന്നു? ഓക്കെ, അപ്പോൾ എന്ത് ഫീൽ ചെയ്തോ? ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പമാണ്. പിന്നെ നീറ്റ് കാരണം മാത്സ് എനിക്ക് അത്ര പിടുത്തമില്ലാത്ത മാത്സിന്റെ കാര്യം അറിയത്തില്ല. കെമിസ്ട്രി കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് എളുപ്പമുണ്ട്. കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് തോന്നിയ? കെമിസ്ട്രി ഫിസിക്സ് ഒരുപോലെ തോന്നി. യെസ്, മോൻ എന്ത് തോന്നി? ഫിസിക്സ് ഇത്തിരി ടഫായിരുന്നു. പിന്നെ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാത്സ് പിന്നെ അധികം അറ്റൻഡ് ചെയ്യാൻ കിട്ടിയില്ല, ടൈം കിട്ടിയില്ല. ടൈമിന്റെ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയോ, അതോ എങ്ങനെയാ തോന്നിയ? കമ്പാരിറ്റീവ്ലി മാത്സ് കുറച്ച് ലെങ്തി ടൈപ്പ് ആയിരുന്നെന്ന് കുറച്ച് കുട്ടികൾ പറയുന്നുണ്ടായി, അതുപോലെ തോന്നിയോ? അത്യാവശ്യം അതിന്റെ ആയിട്ടുള്ളൊരു ടൈം മാനേജ്മെന്റ് വിഷയം വന്നോ? കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോന് കമ്പാരിറ്റീവ്ലി ഏതാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതില് നന്നായിട്ട് തോന്നി? മാത്സ് അത്യാവശ്യം ടഫായിരുന്നു. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും മോഡറേറ്റ് ആയിരുന്നു. ഓക്കെ, മോൻ എന്ത് തോന്നി? കെമിസ്ട്രി കുറച്ച് ട്രിക്കി ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. ഫിസിക്സ് ചില ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരുന്നു, ചില ക്വസ്റ്റ്യൻ ഡൂവബിൾ ആയിരുന്നു. മാത്സ് ചില ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തി ആയിരുന്നു, ചില ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലായിരുന്നു. മോഡറേറ്റ് എക്സാം. ഏത് ഫിസിക്സിൽ ഏത് ടോപ്പിക്കിന്നാ കൂടുതൽ വന്നേ? +2 ടോപ്പിക്സ് ആണ് മേജർ. അതിൽ ഏത് ഏത് ടോപ്പിക്കാണ് അങ്ങനെ ഓവറോൾ ഇത് ബാലൻസ്ഡ് ആയിട്ടാണ്? ബാലൻസ്ഡ് ആയിരുന്നു. കെമിസ്ട്രി ഓർഗാനിക്, ഇൻഓർഗാനിക് മൂന്നും ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു. മാത്സ് ആണെങ്കിലോ? മാത്സ് മിക്സഡ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. എല്ലാം ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് തന്നെയായിരുന്നു. കൂടുതൽ ഇന്ന പോർഷനിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഫോണിക് സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വെക്ടർ 3D ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. മോൻ എന്ത് തോന്നി? അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഷിഫ്റ്റുകളിലെ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം കെമിസ്ട്രി ഞാൻ ആദ്യം നോക്കിയത്. കെമിസ്ട്രി കുഴപ്പമില്ല, ഡൂവബിൾ ആയി തോന്നി. കെമിസ്ട്രി വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫിസിക്സിലോട്ട് ചാടി. ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ലാസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഇച്ചിരി ലെങ്ത് ആയി തോന്നി. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒന്നും കാണാത്തതായിട്ട് കൊല്ലം മോഡേൺ ഫിസിക്സിന്ന് 2 ക്വസ്റ്റ്യൻ കണ്ടു. കഴിഞ്ഞ കൊല്ലം ഞാൻ അങ്ങനെ അത്ര കണ്ടില്ല മോഡേൺ ഫിസിക്സിന്ന്. പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിന് അത്യാവശ്യം ചോദിച്ചിരുന്നു, കണ്ടക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ മാത്സ് കുഴപ്പമുണ്ടായില്ല. മാത്സ് ഡിബേറ്റബിൾ. അത് ചിലത് ലെങ്തി ആയിരുന്നു, ചിലത് ഡൂബിൾ ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ട് അവർ തന്നത്. പക്ഷെ അത്യാവശ്യം മാനേജ് ചെയ്ത് പോയി. മാനേജ് ചെയ്തു, കുഴപ്പമുണ്ടായില്ല. സബ്ജക്റ്റിലും ഇപ്പൊ മോൻ അത്യാവശ്യം എല്ലാത്തിനും 1 മണിക്കൂർ മിനിമം കൊടുത്തിട്ടുണ്ട്. മാത്സിന് ഒരു ഇച്ചിരി സമയം കൂടി കിട്ടി. കെമിസ്ട്രി ഒന്ന് വേഗം ആഞ്ഞു പിടിച്ച് ചെയ്തോണ്ട്. ശരി, ഓക്കെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ എക്സാം ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുത്താം? മോഡറേറ്റ് ഡിഫിക്കൽട്ട് എക്സാം. മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആ ഒരു റേഞ്ചിൽ വെക്കും അല്ലേ? വെരി ഗുഡ്. മോഡറേറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഡിഫിക്കൽട്ടിലേക്ക് പോകുന്നില്ല, മോഡറേറ്റിൽ നിർത്തി. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ, നല്ല റാങ്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്താ പേര്? അലീഷ. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പോ? എക്സാം കുഴപ്പമില്ലായിരുന്നു, എന്നാലും കുറച്ച് ലെന്തി ആയിരുന്നു. മാത്സ് ഒക്കെ കുറച്ചധികം ലെന്തി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഫിസിക്സ് അത്യാവശ്യം ചെയ്യാൻ പറ്റി. കെമിസ്ട്രിയും ഇന്നലത്തെ പറഞ്ഞതിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയോ? ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ കുറച്ച് സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ടായിരുന്നു. അത് നോക്കിയത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഏത് രീതിക്ക് നോക്കണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലേ? ഏത് പോർഷനിൽ നമ്മള് കെമിസ്ട്രിക്ക് കൂടുതലും വന്നത് ഏതൊരു ടോപ്പിക്? ഫിസിക്കൽ വന്നത് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. കുറച്ചധികം കാൽക്കുലേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഫിസിക്സും ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ ആ ഒരു ഭാഗത്ത് നിന്ന് കുറെ ഉണ്ടായിരുന്നു. ഫിസിക്സ്, റയോപ്റ്റിക്സും ഉണ്ടായിരുന്നു. റയോപ്റ്റിക്സിലും ഉണ്ടായിരുന്നു. ഓർഗാനിക്, ഇൻഓർഗാനിക്
കെമിസ്ട്രി രണ്ടും ഈക്വൽ വെയിറ്റേജ് പോലെ ആയിരുന്നു. വെയിറ്റ് ചെയ്ത് എന്നാലും കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല റാങ്ക് കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോളുടെ പേരെന്താ? നിവേദ്യ. ഓക്കെ. ഇന്നത്തെ എക്സാം എങ്ങനെ തോന്നി? ഇന്നത്തെ എക്സാം ഞാൻ പ്രതീക്ഷിച്ച അത്രയും പാടില്ലായിരുന്നു, എന്നാലും കുറച്ച് എഴുതാൻ പറ്റി. പ്രതീക്ഷിച്ച അത്രയും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഫിസിക്സിൽ നിന്ന് എങ്ങനെയാ മോൾക്ക് ഫീൽ ചെയ്തത്? ഫിസിക്സിലെ ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഫിസിക്സിൽ നിന്ന് കൂടുതലും ആ മെയിൻ പോർഷൻസ് നിന്നൊക്കെ തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇക്വേഷൻ അറിയുമെങ്കിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. അപ്പം കെമിസ്ട്രി ആണെങ്കിലോ? കെമിസ്ട്രിയും അതുപോലെ തന്നെ ആയിരുന്നു. ഓർഗാനിക്കും ഇനോർഗാനിക്കൊക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തോ മോൾക്ക്? നമുക്കത് ഡൗട്ട് വരും, ഇതാണോ എന്ന്. അങ്ങനത്തെ ഉണ്ടായിരുന്നു ട്രിക്കി ആയിട്ടുള്ള സംശയം തന്നെ. നമ്മളിവിടെ ബ്രില്യനിലൊക്കെ എഴുതുമ്പോ വരില്ലേ, അങ്ങനത്തെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഈ ഒരു എക്സാമിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഈസി, മോഡറേറ്റ് ആയിരുന്നു? ഐ തിങ്ക് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. നല്ല റാങ്ക് കിട്ടട്ടെ കേട്ടോ. താങ്ക് യു മാം. യെസ്. എന്താ മോളുടെ പേര്? ദേവിക വിജയ്. ദേവിക. ഓക്കെ. എങ്ങനെയായിരുന്നു മോളെ ഇന്നത്തെ എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. നല്ല ക്വസ്റ്റ്യൻസ് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടി ലെവലിലെ വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പോലെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയോ? ഓക്കെ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കണ്ടായിരുന്നോ? അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെയിം പാറ്റേൺ തന്നെ, ജസ്റ്റ് ന്യൂമറിക്കൽ മാറ്റിയിട്ടുള്ള ഫിസിക്സിൽ റേ ഓപ്റ്റിക്സിൽ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ കെമിസ്ട്രിയിൽ എന്താ ഫീൽ ചെയ്ത മോൾക്ക്? കെമിസ്ട്രി ഇനോർഗാനിക്കിൽ നിന്ന് കുറച്ചുകൂടെ വെയിറ്റേജ്. ഇപ്പൊ പി ബ്ലോക്ക് തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് ഉണ്ടായിരുന്നു, ഉള്ളത് നല്ല ക്വസ്റ്റ്യനും ആയിരുന്നു. ഓർഗാനിക് വലിയ വെയിറ്റേജ് ഇല്ലായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഉണ്ടായിരുന്നു. മോള് പ്രതീക്ഷിക്കാത്ത ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും കണ്ടോ? അതായത് ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നോക്കുമ്പോൾ ഇന്നൊരു ടോപ്പിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുണ്ടായിരുന്ന എല്ലാ ടോപ്പിക്ക് തന്നെയാണ് കവർ ചെയ്തേക്കുന്നത്? പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത് തന്നെയായിരുന്നു. എല്ലാം ഡൂവബിൾ ആയിരുന്നു. മാത്സ് ആണെങ്കിലും ഇക്വേഷൻസ് പ്രോപ്പർ ആയിട്ട് അറിയാവുന്നെങ്കിൽ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. ഓക്കെ. ഒരു മോഡറേറ്റ്, ഡിഫിക്കൽട്ടി, ഈസി ഏത് ലെവലാ എക്സാം? മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ട് ആ ഒരു സൈഡിലേക്ക് വരും. കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ. ഒരു മോഡറേറ്റിന്റെ ഡിഫിക്കൽറ്റിന്റെ ആ ഒരു ലെവലിലേക്ക് കുറച്ച് വരും അല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. Brilliant Study Center, India's #1 coaching center for NEET and JEE.